ആയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയായി മുജ്തബ ഖമനേയെ ഇറാനിലെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തു. ആയത്തുള്ള ഖമനേയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 88 അംഗ സമിതിയാണ് അദ്ദേഹത്തെ ആയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ടെഹ്റാൻ സമയം അർദ്ധരാത്രിയോടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തോടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള അധികാരമാണ് മുജ്തബയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പരമോന്നത നേതാവെന്ന പദവി ഇറാനിലെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ മതപരമായ അധികാരമാണ്. എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്നത് പരമോന്നത നേതാവാണ്. പുതിയ നേതാവിനെ സംബന്ധിച്ച തീരുമാനം വിദഗ്ധ സമിതി എടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആയത്തുള്ള അലി ഖമനേയുടെ 6 മക്കളിൽ രണ്ടാമനാണ് 56-കാരനായ മുജ്തബ ഖമനേയി. 17-ാം വയസ്സിൽ ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൽ ചേർന്ന മുജ്തബ ഇറാൻ-ഇറാഖ് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. IRGC ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്ന മുജ്തബ സൈനിക സേവനത്തിനു ശേഷം 1999 ഇറാന്റെ പ്രമുഖ മതപണ്ഡിതന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഖൂമിലെ ഷിയ സെമിനാരിൽ മുജ്തബ മതപഠനത്തിന് ചേർന്നു. അലി ഖമനേയുടെ അടുത്ത സുഹൃത്ത് ആയത്തുള്ള മുഹമ്മദ് തഖി മൊസ്ബ SG ആയിരുന്നു ഗുരു. ഖൂമിലെ പഠനത്തിനു ശേഷമാണ് ഇറാന്റെ ഏറ്റവും സുപ്രധാന അധികാര കേന്ദ്രമായ ഖമനേയുടെ ഓഫീസിന്റെ ചുമതലയിൽ മുജ്തബ എത്തുന്നത്. 2000-ഓടെ മുജ്തബ പരോക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. 2005-ൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മഹ്മൂദ് അഹമ്മദി നെജാദിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ മുജ്തബ ഇടപെട്ടിരുന്നതായി പിന്നീട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. 2009-ൽ അഹമ്മദി നെജാദിന് തുടർഭരണം സമ്മാനിച്ച തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് രാജ്യവ്യാപകമായി നടന്ന ഗ്രീൻ മൂവ്മെന്റ് എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തെയും 2022-ൽ മഹസ് അമിനിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഹിജാബ് പ്രക്ഷോഭത്തെയും അടിച്ചമർത്തുന്നതിലും മുജ്തബയ്ക്ക് പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇറാൻ ഭരണകൂടത്തിലെ പലരും മുജ്തബയെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിൻഗാമിയായി പ്രതീക്ഷിച്ചിരുന്നു. പൊതുവേദികളിലോ ഔദ്യോഗിക പദവികളിലോ പ്രത്യക്ഷപ്പെടാതെ പതിറ്റാണ്ടുകളായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തിവരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ആയത്തുള്ള അലി ഖമനേയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന മുജ്തബ ഭരണകൂട തീരുമാനങ്ങളിലെ അവസാന വാക്കായാണ് അറിയപ്പെടുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡുകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധമാണ് നിലവിലെ യുദ്ധ സാഹചര്യത്തിനിടെ ഇദ്ദേഹത്തെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ പ്രധാന ഘടകമായത്. US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യം വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് മുജ്തബയുടെ ഈ അധികാരലബ്ധി. 1979-ലെ വിപ്ലവത്തിനു ശേഷം ഇറാന്റെ പരമോന്നത പദവിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ കുടുംബവാഴ്ച എന്ന നിലയിൽ ഈ നിയമനം രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പാരമ്പര്യമായി മുതിർന്ന മതപണ്ഡിതന്മാരെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാറുള്ളത്. അതേസമയം ഖമനേയുടെ പിൻഗാമി ആരാണെങ്കിലും അവരെ വേട്ടയാടുമെന്നായിരുന്നു ഇസ്രായേൽ മുഴക്കിയിട്ടുള്ള ഭീഷണി. അതുപോലെ തന്നെ ഇറാനിലെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്കൊരു പങ്കുണ്ടാകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ആയത്തുള്ള അലി ഖമനേയുടെ മകനായ മുജ്തബ ഖമനേയി അസ്വീകാര്യനാണെന്നും അദ്ദേഹം ദുർബലനാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇറാനിയൻ ഭരണഘടനാ പ്രകാരം രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ളത് 88 അംഗ വിദഗ്ധ സമിതിക്കാണ്. ഈ സമിതിയിൽ എല്ലാവരെയും വേട്ടയാടുമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീഷണിയുണ്ട്. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ അംഗീകരിക്കില്ലെന്നും അമേരിക്കയ്ക്ക് താൽപര്യമുള്ള ഒരാളാകണം പരമോന്നത നേതാവാകേണ്ടതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള ഇടപെടൽ വേണ്ടെന്നായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. അതേസമയം മേഖലയിൽ സംഘർഷം തുടരുകയാണ്. ഒരു അമേരിക്കൻ സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 7ആയി ഉയർന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദിന് നേരെ വധശ്രമം നടന്നതായും അദ്ദേഹം സുരക്ഷിതനാണെന്നും ഇറാനിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ മുജ്തബയുടെ നേതൃത്വം ചെലുത്തുന്ന സ്വാധീനം എന്തായിരിക്കുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.